ദിലീപ് കേസിൽ പെട്ടതോടെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ദിലീപിൻ്റെ പടങ്ങൾ അതോടുകൂടെ പൊട്ടാൻ തുടങ്ങി, പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണുന്നില്ല, ദിലീപിനെ വെറുത്തു, ജനപ്രിയ നായകൻ എന്നുള്ള പട്ടം പോയി എന്നുള്ളതൊക്കെ. റിയാലിറ്റിയിൽ ദിലീപ് ആ കേസിൽ പെട്ടതോടുകൂടെ അയാൾക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അയാൾക്ക് വരുന്ന പ്രൊജക്റ്റുകളാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. വരുന്ന പ്രൊജക്റ്റുകളൊക്കെ തന്നെയും കുറയുന്നത്. പിന്നെ ദിലീപിന് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഈ 8 വർഷം ദിലീപ് ഈ കേസില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഇറ പോലെയൊക്കെ ദിലീപിന് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ്, സമയമാണ്. പക്ഷെ അതൊക്കെ ദിലീപിന് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ കേസ് കാരണമാണ് ദിലീപിൻ്റെ പടങ്ങൾ പൊട്ടുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു റിയാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ജനങ്ങൾ തിയേറ്ററിൽ പോകാത്തത് എന്നുള്ളത്. ദിലീപിൻ്റെ ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള പടങ്ങൾ നോക്കിയാൽ മതി. ജാക്ക് ആൻഡ് ഡാനിയൽ, മൈ സാൻഡ, കേശു ഈ വീടിൻ്റെ നാഥൻ, ബാന്ദ്ര, തങ്കമണി, പവീത കെയർ ടേക്കർ, പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി. അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ മോശം പടമല്ല, പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ നല്ല മാലപ്പടക്കം പോലെയുള്ള ഗജരാജ ഗുണ്ടുകളാണ് പടങ്ങൾ. ഒരു പഴയ കോമഡികൾ ഇന്ന് വർക്കാവില്ല. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല 30 സെക്കൻഡിൽ നല്ല കിടിലൻ കോമഡികൾ ചെയ്യുന്ന പയ്യന്മാരുണ്ട്, നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് നല്ല ടൈമിംഗ് ഉള്ള ആളുകളുണ്ട്. അവർ വളരെ വൃത്തിക്ക് ആ കോമഡികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാഷിറിൻ്റെ ഒക്കെ കോമഡി ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവുള്ളൂ, മറ്റൊരാളത് കണ്ടാൽ ചിരിക്കുക പോലും ഇല്ല. സോ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് ഈ പറയുന്ന നാദൃഷയുടെ കോമഡിയും കൊണ്ട്, കേശു വീടിൻ്റെ നാഥൻ കൊണ്ടൊക്കെ തന്നെയും ദിലീപ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ തിയേറ്ററിൽ പോവില്ല. അത് ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസുള്ളത് കൊണ്ടൊന്നും അല്ല, കഥകളുടെയും അല്ലെങ്കിൽ സിനിമകളുടെയും നിലവാരം അത്ര കണ്ട് ഇടിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അല്ലാതെ ദിലീപിന് ജനകീയതയുടെ ഇടിവ് ഒന്നും അല്ലെങ്കിൽ ജനപ്രിയ നായകനല്ല എന്നുള്ളത് കൊണ്ടല്ല. അതിനൊരു എക്സാമ്പിളാണ് രാമലീല. 100 കോടി ക്ലബിൽ കയറി എന്ന് പറയപ്പെടുന്ന പടമാണ് ഗ്രോസ് കളക്ഷനിൽ. ആ സിനിമ സച്ചിനെ പോലുള്ള ഒരാൾ എഴുതുകയും അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് മികച്ച രീതിയിൽ പടം മുന്നോട്ട് വരികയും ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പടം വിജയിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള ഈ പറയുന്ന ഗജരാജ ഗുണ്ടുകൾ നാട്ടുകാർ തിയേറ്ററിൽ പൊട്ടിച്ചു വിട്ടു, സിനിമ മോശമായതുകൊണ്ട്. അപ്പോൾ നടിയെ ആക്രമിച്ച കേസോ അത്തരത്തിലുള്ള കേസുകളോ ഒന്നും തന്നെയും സിനിമയെ ബാധിക്കുന്നില്ല, സിനിമ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തുന്നതിൽ തടയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഭയഭക്തി ബഹുമാനം ബബ്ബയാണെങ്കിലും അത് തന്നെയാണ് വരാൻ പോകുന്നത്. പടം പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ 8 നിലയെ പൊട്ടും, അവസാനം OTT പോലും വേണ്ടാതെ കിടക്കും. പിന്നെ അതിൽ മോഹൻലാൽ എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ട് എന്തായാലും അയാളൊരു ക്രൗഡ് പുള്ളറാണ് എന്നുള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു ഒഴുക്കുണ്ടാവും. പിന്നെ ഒരു പോസിറ്റീവ് റിപ്പോർട്ടും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ പറയേണ്ട കാര്യമില്ല, പടം നിലം തൊടാതെ മേലോട്ട് പോകുന്നുള്ളത് തന്നെയാണ്. നിലം തൊടാതെ ഞാൻ ഉദ്ദേശിച്ചത് പൊളിഞ്ഞു പോകുന്നുള്ളതല്ല. അതിൽ പിന്നെ ദിലീപ് അല്ല പൾസർ സുനി അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മലയാളികൾ പടം പോയി കാണും, അതങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടി എന്ന വ്യാജേന വാദിക്കുന്ന പലരുടെയും പ്രധാന വാദം എന്ന് പറയുന്നത് അതാണ്, ഞങ്ങൾ ഇത്രയും പടങ്ങൾ ദിലീപിന് പൊട്ടിച്ചു കൊടുത്തു എന്നുള്ളത്. അങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് രാമലീല. പിന്നെ പൊട്ടിയ പടങ്ങളുടെ കഥകളെടുത്ത് നോക്കിയാൽ എന്തുകൊണ്ട് പൊട്ടി എന്നുള്ളതും മനസ്സിലാവും, അത്രയേ ഉള്ളൂ. പിന്നെ ഏതൊരു ക്രൈം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും, ഇതിലിപ്പോൾ ദിലീപ് ക്രൈം ചെയ്തു എന്നല്ല പറഞ്ഞു വരുന്നത്, ഏതൊരു ക്രൈം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ച് വധശിക്ഷ എന്ന് പറയുന്ന സാധനം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു റിഫോമിനുള്ള സാധ്യത എപ്പോഴും തുറന്നിടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പകരത്തിന് പകരം കണ്ണിന് കണ്ണ് എന്നുള്ളതല്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ശിക്ഷാരീതികളെന്ന് പറയുന്നത്. ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്ക് ഒരു റിഫോമിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ദിലീപ് കുറ്റം ചെയ്തു ശിക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. ഈ പറയുന്ന ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്തും ദിലീപിന് ഈ പറയുന്ന സിനിമകളിൽ അഭിനയിക്കാം. അയാളൊരു റിഫോമിന് വിധേയമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യണം. സിനിമ ഒരു കലാരൂപമാണ് എന്നുള്ള നിലയ്ക്ക് നമ്മളത് കാണുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ കാണുക, ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നല്ല കഥ അല്ലെങ്കിൽ കാണണ്ട, അഭിപ്രായവും റിവ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ പോയി കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു റിഫോമിന് സാധ്യത ഉള്ളതാണ് നമ്മുടെ ശിക്ഷാരീതി. ഇന്ത്യയിൽ ഇങ്ങനെയാണ്. നമ്മൾ അറേബ്യൻ കൺട്രികളിലോ GCCയിലോ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏകാധിപത്യ രാജ്യത്തോ അല്ല നമ്മൾ വസിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണ് കുറ്റവും ശിക്ഷയൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിലൊന്നും തന്നെ നമ്മൾ വിശ്വാസമില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊരു വിധി വരണം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ നിർഭയ കേസ്, ഡൽഹിയിലെ നിർഭയ കേസ് അത്രയും കോളിളക്കം സൃഷ്ടിച്ച ഒരു പക്ഷേ ആ സർക്കാരിനെ തന്നെ, അന്ന് ഭരിച്ചിരുന്ന സർക്കാരിനെ തന്നെ താഴെ ഇറക്കാൻ പക്ക ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയ ഒരു സംഭവം, ഇൻസിഡൻ്റ് ആയിരുന്നു അത്.
അതിൽ ഈ പറയുന്ന നിർഭയ പെൺകുട്ടിയോടെ ഏറ്റവും ബ്രൂട്ടലായിട്ട് പെരുമാറിയിട്ടുള്ള വ്യക്തിക്ക് അന്ന് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാജ്യത്തുടനീളം നിർഭയ കേസിൽ ആ പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിലല്ല ശിക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ വിചാരണ ചെയ്യേണ്ടതെന്നും സാധാ ഒരു ക്രിമിനൽ എന്നുള്ള നിലയ്ക്ക് തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര കോലാഹലം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമം വെച്ചിട്ട് ഈ പറയുന്ന വ്യക്തിക്കെതിരെ അങ്ങനെ എടുക്കാൻ കഴിയില്ല. അയാൾ മൈനറാണ് എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ഈ പറയുന്ന ജുവനൈൽ ആക്ടിൻ്റെ കീഴിൽ തന്നെ അയാളെ ശിക്ഷിക്കാനോ വിചാരണ ചെയ്യാനോ കഴിയുള്ളൂ. ഇനി അപ്പോൾ അതിനുശേഷം പിന്നീട് അമെൻമെൻറ്റ്, നിർഭയ കേസിന് ശേഷം അമെൻമെൻറ്റ് വരുത്തി അത്തരത്തിൽ ഈ പറയുന്ന വയസ്സിന് തൊട്ട് മുൻപേയുള്ള ബോർഡർ ലൈന് 16 വയസ്സിലൊക്കെ തന്നെയും ക്രൈം ചെയ്യുന്ന വ്യക്തിയുടെ അയാൾ ചെയ്യുന്ന ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇപ്പോൾ 16 വയസ്സ് പ്രായവും ചെയ്യുന്നത് 38 വയസ്സുകാരൻ്റെ ക്രൈം അല്ലെങ്കിൽ മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അയാളെ പ്രായപൂർത്തിയായ രീതിക്ക് തന്നെ പരിഗണിക്കും എന്ന തരത്തിലുള്ള ചില അമെൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയും സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വരുത്തി. പിന്നെ ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിർഭയ കേസിൽ ഞാൻ നേരത്തെ റിഫോമിൻ്റെ കാര്യം പറഞ്ഞു. നിർഭയ കേസിൽ ആ പ്രതിയെ മറ്റേതോ ഒരു സംസ്ഥാനത്ത് റീഹാബിലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സർക്കാർ. അത് ഒരുപക്ഷെ നമ്മൾക്കിടയിൽ നടക്കുന്ന ബംഗാളികളിൽ ഒരാൾ ചിലപ്പോൾ നിർഭയ കേസിലെ ആ പ്രതിയായിരിക്കാം, ആ മൈനറായിരുന്ന പ്രതിയായിരിക്കാം. അയാളെ കൊണ്ടുവന്നത് ഒരുപക്ഷെ കേരളത്തിലേക്കായിരിക്കാം. വെറുതെ കേരളത്തിൽ കൊണ്ടുവന്ന് അഴിച്ചു വിട്ടിട്ട് അടുത്ത ക്രൈമിന് അവസരം കൊടുക്കുക എന്നുള്ളതല്ല. ഏത് സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും മിഷണറിയുടെയും മോണിറ്ററിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഞാൻ പറയുക, അപ്പോൾ അത്തരം ബ്രൂട്ടാലിറ്റി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്കും റിഫോം ചെയ്യാനും നന്നാവാനൊരവസരം കൊടുക്കുന്ന ഒരു സിസ്റ്റവും ഒരു പണിഷ്മെൻറ്റ് രീതിയുമൊക്കെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഈ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുക. നമുക്ക് ഒരാളെ ശിക്ഷിക്കുന്ന അയാളുടെ ആർട്ട് ഫോം അല്ലെങ്കിൽ അയാൾ അഭിനയിച്ച സിനിമകൾ പൊട്ടിച്ചത് കൊണ്ടൊന്നും അയാൾ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. തെളിവുകൾ ഹാജരാക്കി കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ വിജയിച്ച് കോടതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങനെ കിട്ടുന്ന ശിക്ഷയ്ക്ക് ശേഷം അയാൾ പുറത്തിറങ്ങുന്ന സമയത്തും അയാളെ ഒറ്റപ്പെടുത്തിയിട്ടോ ആക്രമിച്ചിട്ടോ കാര്യമില്ല. അത് വീണ്ടും അയാളൊരു ക്രൈമിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ ഈ ദിലീപിൻ്റെ കേസല്ല പറയുന്നത്, ഏതൊരാളുടെയും വീണ്ടും ഒറ്റപ്പെടുത്താനും സമൂഹത്തിൽ അങ്ങനെ ആക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ക്രൈമിനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പുറത്തിറങ്ങാൻ പാടില്ലാത്തവരുടെയും അല്ലെങ്കിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവർക്കും വെവ്വേറെ ശിക്ഷ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വേറെയും പറയുന്നുണ്ട്. അപ്പോൾ ഒരു റിഫോമിന് സാധ്യതയുള്ളിടത്തൊക്കെ തന്നെയും ഒരു റിഫോമിനെ കുറിച്ച് തന്നെയാണ് എപ്പോഴും കോടതി വിധികൾ വരിക. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ മാനസാന്തരം വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കോടതി നടത്തുകയുണ്ടായി. 8 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ചേഞ്ചിനെ കുറിച്ചൊക്കെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ജഡ്ജ്മെൻറ്റിൽ. അപ്പോൾ അത്തരത്തിലുള്ള റിഫോമും കൂടെ കണക്കാക്കിയിട്ടാണ് 20 വർഷം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുത്താൽ മതി. ഇവർ ഈ പറയുന്ന നല്ല നടപ്പിന് ജയിലിൽ നല്ല നടപ്പിന് ശേഷമേ ഉള്ളൂ. അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കാതിരുന്നത് ഈ പറയുന്ന റിഫോമും കാര്യങ്ങളൊക്കെ കൂടെ കൺസിഡർ ചെയ്തിട്ടും കൂടെ ആയിരിക്കണം. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെ പരാജയപ്പെട്ട പ്രോസിക്യൂഷൻ കാരണവും ഇങ്ങനെയൊക്കെ തന്നെ. ഇനി എന്തായാലും മേൽക്കോടതിയിലെത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഈ കേസിൻ്റെ കൂടുതൽ ലൂപ്പ് ഹോളുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളതും. ഈ പറയുന്ന ജഡ്ജ്, ഇപ്പോൾ സെഷൻ കോർട്ടിലെ ജഡ്ജ് ചെയ്ത് തന്നെ എന്തോ മഹത്തായ കാര്യം എന്ന് ഒരുപക്ഷെ നമ്മൾ മേൽക്കോടതി വിധികൾ വരുമ്പോൾ ചിലപ്പോൾ പറയുന്ന സാഹചര്യം ഉണ്ടാവും. അവരത്രയെങ്കിലും ശിക്ഷ കൊടുത്തല്ലോ, ഈ അപെക്സ് കോടതികൾ എന്താ ഇത്ര പോലും കൊടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഇതേ പൊതുജനം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങളെത്തും. ആ ജഡ്ജ്മെൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വായിച്ചിരുന്ന എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. ചിലപക്ഷേ ഈ നിലവിൽ കിട്ടിയിട്ടുള്ള ശിക്ഷകൾ പോലും ഈ പറയുന്ന ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം.